അങ്ങനെ വേവേ നെയ്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വിട്ടിട്ട് അവളും ഭയങ്കര ക്ലീനിങ്ങിലാണ്. ഗ്ലാസ് തുടക്കലും കേർട്ടനൊക്കെ അലക്കി വിരിക്കലും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നെയ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നത് കണ്ട് വേവേ വീണ്ടും അവനെ ഉന്തി ഉന്തി ബാത്റൂമിൽ കൊണ്ടാക്കും. വേഗം പോയി കുളിച്ച് ഫ്രഷായി വാ, ഫുഡ് കഴിക്കാൻ പോകാനുള്ളതാ. അങ്ങനെ അവരതൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നത് കണ്ട് നെയ് ചിരിക്കും. അതും കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഭയങ്കര മഴ അങ്ങോട്ട് പെയ്യും. അതിലവർ വേഗം ഓടി ഒരു ബിൽഡിങ്ങിൻ്റെ വരാന്തയിലോട്ട് കയറി നിൽക്കും. എന്നിട്ടും മഴ അവരെ മേലോട്ട് തെറിക്കുന്നുണ്ട്. അതിൽ നെയ് വേവേൻ്റെ തലയിൽ വെള്ളമാകാതിരിക്കാൻ അവൻ്റെ കൈ കൊണ്ട് തടഞ്ഞു വെക്കും. പക്ഷേ എന്നിട്ടും വെള്ളമാകുന്നത് കൊണ്ട് അവന് തന്നെ അവളെ ഫ്രണ്ടിൽ നിന്ന് മറഞ്ഞു നിൽക്കും. എന്നാൽ ആ നൃത്തം കൊണ്ട് അവളെ കൺട്രോൾ പോവുകയാണ്. അത് കണ്ട് നെയ് പറയും, നിനക്ക് കോൾഡ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നും പറഞ്ഞ് അവൻ നോക്കി ചിരിക്കും. എന്നാൽ നെയ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി അവൻ്റെ മേലിൽ വെള്ളമാകുന്നത് കണ്ട് വേവെ അവനെ പിടിച്ച് ചേർത്ത് നിർത്തും. അത് കണ്ട് അവന് തന്നെ വണ്ടറടിച്ച് നോക്കി നിൽക്കാണ്. എന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും, എനിക്ക് കോൾഡ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണോ? അവൾ അതെ എന്ന് മൂളിക്കൊണ്ട് തലയാട്ടും. എന്നിട്ട് നെയ് അവളെ നോക്കി നിൽക്കാണ്. പെട്ടെന്നാണ് വേവയ്ക്ക് ബോധം വന്നത്. അവൾ ഇത്രയും നേരം നെയ്നെ പിടിച്ച് നിൽക്കാണ്. എന്നിട്ട് അവൾ വേഗം കൈ മാറ്റിയിട്ട് ചോദിക്കും, നീ എല്ലാവർക്കും 2 വീക്ക് ലീവ് കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ട് ഷാന് മാത്രം എന്താ പോവാത്തത്? ഓ അവനോ, അവൻക്ക് ആ സൗണ്ട് ട്രാക്കിനെ പറ്റി മ്യൂസിക് ഡയറക്ടറിനോട് ഡിസ്കഷൻ ഉണ്ട്. ഏത്, ആ ഡെമോൻ്റെ സൗണ്ട് ട്രാക്കോ? അവൻ അതെ എന്ന് മൂളും. ആ ടോപ്പിക്കും കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒന്നും ചോദിക്കാനില്ലാത്തത് കൊണ്ട് അവരങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അതിൽ വേവെ പുറത്തോട്ട് നോക്കിയിട്ട് പറയും, മഴ കുറഞ്ഞു, നമുക്കെന്നാ പോകല്ലേ? അതിൽ അവൻ പുറത്തോട്ട് നോക്കിയിട്ട് ചിരിക്കും. അത് കണ്ട് വേവെ ചോദിക്കും, നീ എന്തിനാ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വിചാരിക്കായിരുന്നു നീ എൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ തൊട്ട് ക്ലൈമറ്റും മാറി നല്ല റൊമാൻറ്റിക് ആകുന്നുണ്ട്. എന്നിട്ട് അവന് വീണ്ടും അവളെ കിസ് ചെയ്യും. അതിൽ വേവെ ഞെട്ടിക്കൊണ്ട്, ഹേയ് നമ്മൾ സ്ട്രീറ്റിൻ്റെ നടുവിലാണ്, ആരെങ്കിലും കാണും. എന്നാൽ വേവെ വിചാരിച്ച പോലെ തന്നെ 2 കുട്ടികൾ ഇതും കണ്ട് ചിരിക്കാണ്. അത് കണ്ടിട്ട് അവൾക്ക് ആകെ നാണമായി. എന്നിട്ട് നെയ്ൻ്റെ കൈ പിടിച്ച് ഒറ്റ ഓട്ടം അങ്ങ് ഓടും. അവൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് അവളുടെ കൂടെ ഓടാണ്. എന്നിട്ട് അവർ നേരെ നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ഭംഗിയുള്ള സ്ഥലത്തോട്ടാണ് എത്തുന്നത്. എന്നിട്ട് വേവെ അവിടെ ഇരിക്കും. അത് കണ്ട് നെയ്യും ഇരിക്കും. അങ്ങനെ അവരങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അതിൽ വേവെ ചോദിക്കൂ, നീ എന്താ എന്നോട് ഇതുവരെ ചോദിക്കാത്തത്, ഞാൻ എന്തിനാ വുഹാനിൽ നിന്നും ഇങ്ങോട്ട് വന്നതെന്ന്? അത് കേട്ട് നെയ് അവളെ നോക്കിയിട്ട് ചോദിക്കും, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ് ചോദിക്ക്. അതിൽ നെയ് ചോദിക്കും, എന്നാ പറ, നീ എന്തിനാ വുഹാനിൽ നിന്നും ഇങ്ങോട്ട് വന്നത്? ഇൻറ്റേൺഷിപ്പിന് വേണ്ടി. നിങ്ങളെ കമ്പനി ഇൻറ്റേൺസിന് എടുക്കുന്നില്ലേ? അതിൽ നെയ് അവളെ കളിയാക്കിക്കൊണ്ട് പറയും, ഞങ്ങൾ അങ്ങനെ എല്ലാവരെയും ഇൻറ്റേൺഷിപ്പിന് എടുക്കുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് നിലവാരമൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് ആൾക്കാരെ എടുക്കുള്ളൂ. അത് കേട്ട് വേവ് ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും, എന്നെ ഇൻറ്റേൺഷിപ്പിന് മാത്രം എടുത്താൽ മതി, സാലറി ഒന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ എന്നാൽ ഫ്രീ ലേബേഴ്സിനൊരു എക്സ്ട്രാ കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് കേട്ട് എന്നാൽ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിൽ നെയ് പറയും, എനിക്ക് നീ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തു തരേണ്ടി വരും. ഓ അത്രേ ഉള്ളൂ, എന്നാൽ ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വക, നിനക്ക് എന്താ ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കാം. എക്സ്ക്യൂസ് മീ, ഞാൻ ഉദ്ദേശിച്ചത് വെറും ഒരു ഫുഡല്ല, ഒന്നുകൂടെ ഇരുത്തി ആലോചിക്ക്. അത് കേട്ട് വേവേക്ക് കാര്യം മനസ്സിലായി. അവനെയും തുറിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വേവേൻ്റെ ഒരു സ്വപ്നമാണ്. വേവെ ഇൻറ്റേൺഷിപ്പിന് നെയ്ൻ്റെ അടുത്തോട്ട് നല്ല സുന്ദരിയായി വരും. എന്നിട്ട് അവൾ ഡോറിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു ചോദിക്കും, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ ആകാനല്ലേ നീ എന്നോട് ആവശ്യപ്പെട്ടത്? അതിൽ നെയ് പറയും, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് പറയാം എന്നു പറഞ്ഞ് നെയ് അവളുടെ അടുത്തോട്ട് വരും. എന്നിട്ട് അവളെ അന്നത്തെ പോലെ ചുമലിൽ ചാരി നിർത്തിയിട്ട് കിസ് ചെയ്യും. അങ്ങനെ അതും കണ്ട് വേവെ ഉറക്കത്തിൽ ചിരിക്കുകയാണ്. അതിൽ പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റ് അവൾ മുഖമൊക്കെ പൊത്തി, അയ്യോ ഞാൻ എന്ത് സ്വപ്നമായി കണ്ടത്? എന്നിട്ട് വേഗം ഓടി വിൻഡോൻ്റെ അടുത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ആ സ്വപ്നം ഒന്ന് എൻ്റെ മൈൻഡിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിത്താ. അങ്ങനെ അവൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയാകാണ്. അതിൽ അവൾ അവളുടെ ഡ്രസ്സ് കളക്ഷനിലൊക്കെ തിരഞ്ഞിട്ട് വിചാരിക്കും, എന്ത് ഡ്രസ്സാണ് ഇപ്പോൾ ഇടുക, അമ്മൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയത് നന്നായി എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യും. അതിൽ അവൾ വേഗം വായ കഴുകി ഓടി ഫോൺ എടുക്കും. അത് എറിക്സിയാണ്. അവൾ ചോദിക്കും, വേവേ നീ ഇങ്ങോട്ട് തന്നെ വന്നോ? നിന്റെ ബോയ് ഫ്രണ്ട് ഒറ്റക്കായതുകൊണ്ടാണോ? അതെ ശരിയാണ്, പക്ഷെ നീ ഒന്നും വന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പാകരുതിട്ടോ. അത് കേട്ട് എറിക്സി സങ്കടത്തോടെ, വേവേ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി? നിനക്കിപ്പോൾ ബോയ് ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒന്നും വേണ്ടല്ലേ? എനിക്കും ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരാനായിരുന്നു പ്ലാന്. ഞാനും കൂടെ വന്നോട്ടെ? അവിടെ ഓൾറെഡി റൂമൊക്കെ ഒഴിഞ്ഞ് കിടപ്പില്ലേ? ഓ വന്നോളൂ, ഞാൻ ചുമ്മാ നിന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നെയ് അവിടെ താഴെ നിൽക്കുന്നത് കണ്ട്, എറിക്സി ഞാൻ നിനക്ക് പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്യും. അവൾ നല്ല ബ്ലാക്കും വൈറ്റും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് വരും. എന്നാൽ നെയ്നെ കണ്ട അവളൊന്ന് ഷോക്കാകും. അവനും ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അതിൽ വേവെ വിചാരിക്കും, ഞങ്ങളെന്താ കപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട പോലെ? എന്നിട്ട് അവൾ നെയ്ൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, വാട്ട് എ കോഇൻസിഡൻസ്, കപ്പിൾ ഡ്രസ്സ് പോലെ, ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വന്നാലോ? അല്ലെങ്കിൽ അവരൊക്കെ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നതാണെന്ന്.
അത് കേട്ട് നെയ് ചിരിച്ചുകൊണ്ട് അതിനെന്താ കുഴപ്പം, അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിക്കാൻ വേണ്ടി നീട്ടും. അങ്ങനെ അവർ കൈയും പിടിച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ പോകുകയാണ്. അവരെ കണ്ട് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ വേവി ചോദിക്കും, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? നിനക്കിഷ്ടമുള്ള ജോലി ചെയ്തോ. എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ അറിയില്ല. ഒരുപാട് കാലമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, തൽക്കാലം നീ മൊബൈൽ ഗെയിം ടെസ്റ്റ് ചെയ്തോ. അങ്ങനെ നീ കമ്പനിയുമായി ഒന്ന് റെഡി ആകുമ്പോൾ ഞാൻ അടുത്ത ടാസ്ക് തന്നോളാം. ഇപ്പോൾ നിന്നെ ഷാൻ സൂപ്പർവൈസ് ചെയ്തോളാം. അത് കേട്ട് വേവേ യെസ് സർ എന്നൊക്കെ പറയും. അങ്ങനെ അവർ കമ്പനീൻ്റെ ഫ്രണ്ടിലെത്തി. അതിൽ വേവി പറയും, ഇനി നീ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. അതെന്തേ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കെന്തോ ഒരു ചമ്മൽ പോലെ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ലേറ്റ് ആയിക്കൊണ്ട് ഓഫീസിലോട്ട് ഓടിക്കയറാണ്. അവൻ പെട്ടെന്ന് ഇവരെ കണ്ട് ഒന്ന് സ്റ്റക്കാകും. അതിൽ വേവേ നെയ്ൻ്റെ കൈ വിടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നെയ് സമ്മതിക്കുന്നില്ല. എന്നിട്ട് വേവേനെ കണ്ടിട്ട് ഇവൻ ചോദിക്കും, ബോസ്, ഇവള് നമ്മുടെ കമ്പനിയിലോട്ട് വരുന്ന പുതിയ ജോലിക്കാരിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്നാൽ നെയ് പറയും, അതെ, ഇവള് നമ്മുടെ പുതിയ ഇൻറ്റേണാണ്. അതിൽ അവൻ പെട്ടെന്ന് അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് പേടിച്ചുകൊണ്ട് പിറകിലോട്ട് പോകും. എന്നിട്ട് ചോദിക്കും, ബോസ്, നിങ്ങൾ രണ്ടുപേരും? നെയ്, നീ സംശയിക്കുന്നത് ശരിയാണ് എന്ന തരത്തിൽ ഒന്ന് മൂളും. അത് കണ്ട് അവൻ ഷോക്കായിക്കൊണ്ട് തിരിച്ച് കമ്പനിയിലോട്ട് തന്നെ പോകും. അതൊക്കെ കണ്ടിട്ട് വേവേ, അവൻ എന്താ ഇങ്ങനെ? അവൻക്ക് ചെറിയൊരു അസുഖമുണ്ട്, ഗൈനോഫോബിക്ക്. നിന്നെയൊക്കെ കാണുന്നത് അവൻക്ക് പേടിയാണ്. അവൻക്ക് നിന്നെ കണ്ട അസുഖമിളകും. അതുകൊണ്ട് അവനായിട്ട് ഒന്ന് വിട്ടു നിന്നേക്ക്. എന്നാൽ അവൻ ഇവിടെ എല്ലാവർക്കും കരന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മുടെ ബോസ് അവരെ ഫ്യൂച്ചർ വൈഫിനെയും കൊണ്ട് വരുന്നുണ്ട്. സത്യമാണോ? ഞാൻ വിചാരിച്ചത് അവനെ കൊണ്ട് എൻ്റെ ഇളയ സിസ്റ്ററിനെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു എന്നൊക്കെ പറയാണ്. അതിലൊരുത്തൻ ഓടി വന്നിട്ട് ബോസ് വരുന്നുണ്ടെന്നും പറഞ്ഞതും എല്ലാവരും ഓടി അവരവരുടെ സീറ്റിലിരുന്ന് നല്ല കുട്ടികളാകും. അങ്ങനെ അവരെത്തി. നെയ് നേരെ ഷാൻ്റെ അടുത്തോട്ട് വന്നിട്ട്, നീ വേവേനെ കമ്പനിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്, എനിക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ട്. എന്നിട്ട് വേവേനോട് പറയും, ചെല്ലേ നിൻ്റെ പുതിയ അങ്കത്തട്ടിലോട്ട്. അപ്പോൾ നീ എന്നെയാണോ വേവേൻ്റെ ആശാനാക്കിയിരിക്കുന്നത്? അതെ ആശാൻ, ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നെയ് പോകും. അതിന് ഷാൻ പറയും, വെൽക്കം ടു ഷീടെക്, വരൂ, ഞാൻ നിനക്ക് ഈ കമ്പനിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ അവർ ഒരുമിച്ച് അതിലൂടെ നടക്കുകയാണ്. അതിൽ അവന് പറഞ്ഞു കൊടുക്കും, നമുക്ക് 5 ഡിവിഷൻസാണ് ഉള്ളത്. പ്രോഗ്രാമിംഗ്, ഡിസൈനിങ്, ടെസ്റ്റിംഗ്, ആർട്ട് ആൻഡ് അഡ്മിൻ ഡിവിഷൻ. എന്നിട്ട് അവൻ ഒരു മൂലയിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് ആർട്ട് ഡിവിഷൻ. എന്നിട്ട് വേറൊരു മൂലയിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ആൻഡ് ഇത് ഡിസൈൻ ഡിവിഷൻ. ഇവിടെയാണ് പ്ലോട്ട് ഡിസൈനിങ്ങും ഡാറ്റ ഡിസൈനിങ്ങും ഒക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഹെഡ് നിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ആ നിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കേട്ടിട്ട് വേവെ ഒന്ന് ഷോക്കാകും. എന്നാൽ അവൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി പോയിട്ടും വേവെ അതും ആലോചിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അവൻ തിരിച്ചു വന്ന് വേവേനോട് ചോദിക്കും, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. അതിൽ അവനക്ക് കാര്യം മനസ്സിലായി. ഓ, നീ ഇപ്പോഴും ഞാൻ നിൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞതിൽ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കണം. അങ്ങനെ അവളെ വീണ്ടും ബാക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇതാണ് പ്രോഗ്രാമിംഗ് ഡിവിഷൻ. ഇനി നിനക്ക് ഇവിടുത്തെ 3 ഭീകരന്മാരെ കൂടി പരിചയപ്പെടുത്തി തരാം. അതിൽ വേവെ ചോദിക്കും, ഒന്ന് നെയ്യല്ലേ? അതിൽ അവൻ ചിരിച്ചുകൊണ്ട് പറയും, നിൻ്റെ ഹസ്ബൻഡ് അതിൽ പെടില്ല. നെയ് ഉൾപ്പെടാതെ വേറെ 3 ഭീകരന്മാരുണ്ട് ഇവിടെ. ഒന്ന് ഇതാ ഇരിക്കുന്നു എന്നും പറഞ്ഞ് അവൻ നേരെ ആ ഹാക്കറിനെ കാണിച്ചു കൊടുക്കും. ഇവനോ? ഇവൻ നമ്മളെ ആ റെസ്റ്റോറൻറ്റിലെ കുക്കല്ലേ, മേഹോൻ്റെ ഫ്രണ്ട്? ആയിരുന്നു, പക്ഷെ അവൻക്ക് നമ്മളറിയാത്ത ഒരു ഐഡൻറ്റിറ്റി കൂടെ ഉണ്ട്. എന്നിട്ട് ഷാൻ അവൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കും, നീ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിൽ വേവി പറയും, ഓഫ് കോഴ്സ്, അവൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഹാക്കർ ഇൻ ദ കൺട്രി അല്ലേ. എന്നിട്ട് അവൾ ഞെട്ടിക്കൊണ്ട്, അവനാണോ? അതെ, അവനാണ് ഇവൻ. എന്നിട്ട് വേവ് അത്ഭുതത്തോടെ ഒന്ന് നോക്കും. പക്ഷെ അവൾക്ക് ഡൗട്ടുണ്ട്, ഇവനെങ്ങാനും പറ്റിക്കാണോ എന്ന്. എന്നിട്ട് ചോദിക്കും, നീ എന്നെ പറ്റിക്കാണോ? ഒരിക്കലുമല്ല, നെയ് എടുത്തതാണ് അവനെ. അവൻ നമ്മളെക്കുറിച്ച് ട്രാപ്പിലാക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും അവൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നുണ്ടല്ലോ, അവനാണ് ഇവൻ എന്നൊന്നും ആർക്കും അറിയില്ലട്ടോ, സീക്രട്ടാണ്. പിന്നെ ഞാൻ നിന്നോട് പറയുന്നത് നീ ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആയതുകൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ നിനക്ക് അടുത്ത മോൺസ്റ്ററിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സ്ത്രീ വിരോധിയെ കാണിച്ചു കൊടുക്കും. ഇവനുണ്ടല്ലോ, നിന്നെ കണ്ടാൽ പേടിച്ചോടുന്ന ഒരു പേടിത്തൊണ്ടനാണ്. അത്രയ്ക്കൊക്കെ പ്രശ്നക്കാരനാണോ? പിന്നെ അല്ലാതെ. മിസ് വേവേ, നീ ഈ ഓഫീസ് ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. ഒരു ശ്മശാനം പോലെ തണുത്തുറഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ? അതിനെല്ലാം കാരണക്കാരൻ ദാ ഇവൻ ഒരൊറ്റ ഒരുത്തനാ. അവൻക്ക് പെണ്ണുങ്ങളെ കാണുന്നത് വിറയലാണ് പോലും. എന്നിട്ട് ഷാൻ അവനെ ദേഷ്യം പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കാണ്. അതിൽ വേവെ പറയും, നീ പറഞ്ഞത് 3 ഭീകരന്മാരെന്നല്ലേ? 3ാമത്തെ ഭീകരൻ എവിടെ? അതിൽ ഷാൻ പറയും, അവനൊരു ചെറിയ സുന്ദരനാ എന്ന് പറഞ്ഞ് മേഹോനെ നോക്കും. വേവയും നോക്കും. അവൻ ജോലിക്കിടയിൽ അവർ നോക്കുന്നത് കണ്ടിട്ട് കാര്യമൊന്നും മനസ്സിലാകാതെ അവനും ഇങ്ങോട്ട് നോക്കി ചിരിക്കാണ്. മിസ്റ്റർ ഗേളിയോ? അതെ, അവനെ കാണുന്നത് പോലെയല്ല, അവന് വർക്കിൽ പുലിയാണ്. ഇനി ഇവരാണ് നമ്മുടെ അഡ്മിൻ ഡിവിഷൻ. പിന്നെ ഇവരായിട്ട് നീ നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ. അങ്ങനെ അവന് ക്ഷീണിച്ചുകൊണ്ട്, ഹാവൂ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കമ്പനി ടൂറ്. ഇനി ഞാൻ ചിന്തിക്കുന്നത് നിന്നെ എന്ത് ടാസ്ക് ഏൽപ്പിക്കണം എന്നാണ്.
ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ മൊബൈൽ കമ്പനി ടെസ്റ്റിങ്ങിലാണ്. ആ സ്ത്രീ വിരോധിക്കാണ് അതിൻ്റെ ചാർജ്. അതുകൊണ്ട് നീ അവൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യണം. എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് വേവേനെ കൊണ്ടുപോയിട്ട് ആ സ്ത്രീ വിരോധിയെ വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ നമ്മുടെ ഈ പുതിയ ഇന്റേണിനെ നിന്നെ ഏൽപ്പിക്കുന്നു, ഇവളെ നന്നായിട്ട് നോക്കണം കേട്ടോ. അത് കേട്ട് അവൻ പേടിച്ചോണ്ട് നോ നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളോട് ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞ് അവനോടും ചിരിച്ചുകൊണ്ട് പോകും. അതിൽ അവൻ വേവേനെ കണ്ട് എഴുന്നേറ്റിട്ട് അത് പറ്റില്ല, എന്നെ ഏൽപ്പിക്കണ്ട എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതിൽ മെയ്ഹോ സ്വകാര്യമായി വന്ന് വേവേനെ ശൂശുവാക്കും. അതിൽ വേവെ നോക്കുമ്പോൾ അവനെ ഒന്ന് ശരിയാക്കി ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞ് ആംഗ്യം കാട്ടാണ്. അത് കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് സ്ത്രീ വിരോധിയോട് പറയും, ഹായ്, എൻ്റെ പേര് വേവേ. എന്നാൽ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട്, എനിക്കതൊന്നും അറിയണ്ട, നീ എൻ്റെ അടുത്തോട്ട് വരണ്ട, ഞാൻ നിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ഒന്നും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് വയലൻ്റ് ആവാണ്. അത് കേട്ട് അവൾ പേടിച്ചുകൊണ്ട്, ഓക്കെ, പക്ഷെ ഷാൻ നിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യുക? പോയി ബോസിനോട് ചോദിക്കേ. എന്തായാലും നീ എൻ്റെ കൂടെ കൂടാൻ പറ്റില്ല. അതിൽ വേവേ നെയ്ൻ്റെ ഓഫീസിലോട്ട് നോക്കുമ്പോൾ അവനൊരു കോളിലാണ്. ബോസ് ബിസിയാണ്, എന്നാൽ നീ പേടിക്കണ്ട, നീ എന്ന് ഓക്കെ ആകുന്നു അന്ന് എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് അവൾ പോകും. അവൾ പോയി കഴിഞ്ഞപ്പോൾ സ്ത്രീ വിരോധിക്ക് കുറച്ച് ആശ്വാസമാകും. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, ഒരു പെണ്ണിനെ എൻ്റെ അടുത്തോട്ട് അയച്ചിരിക്കുന്നു, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തറിയാനാണ്, വെറുതെ ഒരുങ്ങിക്കെട്ടി നടക്കാനല്ലാതെ. അത് വേവേ കേട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, നിങ്ങൾ എനിക്ക് ഒരു ടാസ്ക് പോലും തന്നിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം പെണ്ണുങ്ങൾക്ക് എന്നും ചെയ്യാൻ അറിയില്ല എന്ന്? അത് കേട്ട് മെയ്ഹോയും കൂടെ കൂടും. ശരിയാ, നീ അവളെ ഒന്നും ഇതുവരെ ഏൽപ്പിച്ചില്ല, എന്നിട്ട് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിൽ അവൻ ദേഷ്യപ്പെട്ടുണ്ട്, ആ ഹാക്കർ നിന്റെ പിന്നിൽ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊന്നും നീ വിചാരിക്കേണ്ടട്ടോ. എന്നാൽ മെയ്ഹോ ഹാക്കറിനോട് ചോദിക്കും, ഇവൻ എന്നെ എന്തേലും ചെയ്താൽ നീ പകരം ചോദിക്കില്ലേ? അതിൽ ഹാക്കർ എന്ന് മൂളും. അതൊക്കെ കണ്ട് ആകെ ദേഷ്യം വിളിച്ച് സ്ത്രീ വിരോധി ഒരു ഫയലെടുത്ത് വേവയ്ക്ക് എറിഞ്ഞു കൊടുക്കും. വേവ അത് ക്യാച്ച് ചെയ്ത് മറിച്ച് നോക്കണേ. മൊബൈൽ ഫോൺ ടെസ്റ്റിങ്ങോ? പേജ് നമ്പർ 20. കുറച്ച് ഫോണിൽ നമ്മുടെ ഗെയിം സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് ഏതൊക്കെയാണെന്നും എന്തുകൊണ്ടാണെന്നും എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്നും എല്ലാം കണ്ടുപിടിച്ച് നാളെ ഉച്ച ആകുമ്പോഴേക്കും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിനക്ക് ഞാൻ വെറും 10,000 രൂപ തരും ഫോൺ വാങ്ങിക്കാൻ. ടാസ്ക് ഒക്കെ കിട്ടിയിട്ടും വേവേ പോകാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും, ടാസ്ക് ഒക്കെ കിട്ടിയില്ലേ, ഇനി പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന്, പോയി വർക്ക് ചെയ്യ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ അവൾ പോകാൻ നിൽക്കുമ്പോൾ, പിന്നെ ഒരു കാര്യം കൂടി, ഇത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ ഈ കമ്പനിയിലോട്ട് മേലാൽ വന്നു പോകരുത് എന്നും ഭീഷണിപ്പെടുത്തും. എന്നാൽ വേവേ അത് കേട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്നും പറഞ്ഞു പോകും. അവൾ ശരിക്കും പോയപ്പോഴാണ് അവനക്ക് ശരിക്കും ആശ്വാസമായത്. അവൻ ആകെ വിയർത്തു പോയിരുന്നു, പാവം. അങ്ങനെ വേവേ ഒരു സീറ്റിലിരുന്ന് ലാപ്പൊക്കെ തുറന്ന് അവളുടെ വർക്ക് ചെയ്യാൻ നോക്കണേ. അവൾക്ക് കൊടുത്ത ഫയലിൽ കുറച്ച് ഫോണിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ട്. അവൾ അത് വായിച്ച് നോക്കിയിട്ട് പറയും, ഈ ഫോണൊന്നും കേട്ടിട്ട് പോലുമില്ല, ഇത്രയും ലോക്കൽ കമ്പനി ഫോണൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് അതിൽ ഓരോ ഫോണിൻ്റെയും റേറ്റ് നോക്കുമ്പോൾ അവൻ അനുവദിച്ച മൊത്തം ക്യാഷിനേക്കാളും ഒരുപാട് കൂടുതലാണ് ഓരോ ഫോണിൻ്റെയും വില. അത് കണ്ട് അവൾ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കുന്നത് നടക്കില്ല, കോളേജും പൂട്ടി, അല്ലെങ്കിൽ ഈ ഫോണൊക്കെ ഉള്ളവരെ കണ്ടുപിടിച്ച് ചെയ്ത് നോക്കാമായിരുന്നു. ഇപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. മെയ്ഹോ നേരെ നെയ്ൻ്റെ ഓഫീസിലോട്ട് വന്നിട്ട് പറയും, നെയ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. ആ ഷാനില്ലേ, അവൻ ഇന്ന് എന്താ വേവേനോട് ചെയ്തതെന്നറിയോ? അവൻ അവളെ ആ സ്ത്രീ വിരോധിയുടെ അസിസ്റ്റൻ്റ് ആക്കിയിരിക്കുന്നു. അതിൽ നെയ് അവളെ ഒന്ന് നോക്കും. അവളാണെങ്കിൽ ധൃതി പിടിച്ച് വർക്ക് ചെയ്യാണ്. പക്ഷെ നെയ് മെയ്ഹോനോട് പറയും, ഞാൻ നിന്നെ ഏൽപ്പിച്ച പണിയൊക്കെ എന്തായി? അതിൽ മെയ്ഹോ ദേഷ്യപ്പെട്ടുകൊണ്ട്, നീ ഇതൊക്കെ കേട്ടിട്ടും എൻ്റെ വർക്കിനെ പറ്റിയാണോ നിൻ്റെ ബേജാറ്? അവൻ വേവേക്ക് എന്ത് പണിയാ കൊടുത്തത് എന്നുപോലും നിനക്ക് അറിയണ്ടേ? നമ്മുടെ ഗെയിം സപ്പോർട്ട് ചെയ്യാത്ത ഫോണൊക്കെ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിൻ്റെ ഒക്കെ പ്രശ്നം കണ്ടുപിടിച്ച് നാളെ ഉച്ചയാകുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ ഇപ്പോൾ ഇത്ര അത്യാവശ്യമായി ചെയ്യിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? എനിക്ക് തോന്നുന്നത് അവൻ വേവേക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാ എന്നൊക്കെ അവൻ വലിയ സംഭവത്തിലാണ് പറയുന്നത്. പക്ഷെ നെയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാതെ അവൻ എന്ന് മൂളും. അത് കേട്ട് മെയ്ഹോ, ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് വെറും മാത്രമേ ഉള്ളൂ? അവൾ അങ്ങനെ അവൻ കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് നിനക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലേ? ഇല്ല, അവളൊരു പുതിയ ഇന്റേണല്ലേ, സോ അവൾക്ക് എന്ത് ജോലി കൊടുത്താലും ഇപ്പോൾ ടഫായിരിക്കും. ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ കഷ്ടപ്പെടുന്നത് അവൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. അത് കേട്ട് മെയ്ഹോ, ഇത്രയും ഒരു കഠിന ഹൃദയമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സുല്ലേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചേക്ക് എന്നും പറഞ്ഞ് അവന് പോകും. അവൻ പോയി എന്ന് ഉറപ്പായപ്പോൾ നെയ് അവളെ വിഷമത്തോടെ നോക്കുകയാണ്. എന്നാൽ വേവേ ഇവിടെ തകൃതിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേവേ ലാപ്പിലോട്ടും തുറിച്ചു നോക്കി കൺഫ്യൂഷനായി നോക്കി നിൽക്കുകയാണ്. നെയ് അവളുടെ അടുത്തോട്ട് വന്നിട്ട് ലാപ്പിൽ തന്നെ നോക്കി അവളോട് പറയും, എനിക്കിന്ന് ബിസിനസ് ലഞ്ച് അപ്പോയിൻമെൻ്റ് ഉണ്ട്, നീ അവരെ കൂടെ പോയി ഫുഡ് കഴിച്ചോണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ അവരെ കൂടെ പോയിക്കോളാം. അത് കേട്ട് നെയ് ചിരിച്ചോണ്ട് അവളെ തല ഒന്ന് തടവിയിട്ട് ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു പോകും. പക്ഷെ വേവേ അത് കണ്ട് ആകെ വിയർക്കുകയാണ്. അങ്ങനെ വേവേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഫ്രണ്ട് ഷാനിനോട് ചോദിക്കും, നീ എന്തിനാ വേവേനെ അവനെ തന്നെ ഏൽപ്പിച്ചത്? അവൻ അല്ലെങ്കിലേ വേവ വന്നത് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ അവനെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്.
അതിൽ ഷാൻ പറയും, നീ കേട്ടിട്ടില്ലേ തീയിനെ തീ കൊണ്ടുതന്നെ നേരിടണം എന്ന്? അവൻ്റെ ഈ അസുഖം ഞാൻ വേവിനെ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്ന് നോക്കട്ടെ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നമ്മുടെ കൂടെ നല്ല സുന്ദരികൾ ജോലി ചെയ്യും. എന്നാൽ വേവെ അതൊന്നും ശ്രദ്ധിക്കാതെ അപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണേ. അതിൽ ഷാൻ ചോദിക്കും, ആക്ച്വലി അവൻ നിന്നെ എന്ത് ജോലിയായി ഏൽപ്പിച്ചത്? അതിൽ മെയ്ഹോ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, അപ്പോൾ നീ അതൊന്നും അറിഞ്ഞില്ലേ? ആ ഗെയിം സപ്പോർട്ട് ചെയ്യാത്ത ഫോണൊക്കെ കണ്ടുപിടിക്കണം, അതും നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അത് കേട്ട് മറ്റേ ഫ്രണ്ട് പറയും, സെക്കൻഡ് ഹാൻഡിൽ പോലും അത്ര ചീപ്പായിട്ടും ആർക്കും വേണ്ടാത്ത ഫോണാണ് അതൊക്കെ പരിശോധിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിൽ ഷാൻ പറയും, നിനക്ക് അത്രക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്നോട് പറഞ്ഞ് അവൻക്ക് എന്തെങ്കിലും പണി വാങ്ങിച്ചു കൊടുക്കാം. അതിൽ വേവെ പറയും, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ കാര്യങ്ങളൊന്നും നെയ്നെ അറിയിച്ച് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. അത് മാത്രവുമല്ല അവൻക്ക് IT പെൺകുട്ടികളോട് ഒരു തരം പുച്ഛമാണ്, അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ നെയ് എങ്ങാനും ഇതിൽ ഇടപെട്ട് എന്നെ സഹായിച്ചാൽ അവൻ്റെ പുച്ഛം കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. അത് കേട്ട് എല്ലാവരും സമ്മതിക്കും. പിന്നെ എനിക്ക് അവൻ്റെ പുച്ഛം മാറ്റാൻ നല്ല ഒരു വഴി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാവരും ആകാംക്ഷയോടെ എന്താ അത്? അതിൽ വേവെ ചിരിച്ചുകൊണ്ട് പറയും, ഇപ്പം പറയില്ല, അതൊരു സീക്രട്ടാണ്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ ഫ്രണ്ട്സ് പറയും, എന്നാൽ എൻ്റെ വേവേ നിന്നെ കാണുന്ന പോലെയല്ല കേട്ടോ, നീ എന്തൊരു തീറ്റയാ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടാണ് വരുന്നത്. അതിൽ നെയ് വരുന്നത് കണ്ട് വേവൻ നെയ്ൻ്റെ അടുത്തോട്ട് ഓടിപ്പോയിട്ട് ചോദിക്കോ, നിൻ്റെ ബൈക്കിൻ്റെ കീ ഒന്ന് തരുമോ, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. അതിൽ നെയ് കീ എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, ഇത് എൻ്റെ ഓഫീസിൻ്റെ കീ ആണ്, അവിടെ എൻ്റെ ഡ്രോയറിൽ ഉണ്ടാകും ബൈക്കിൻ്റെ കീ, നീ പോയി എടുത്തോ. അത് കേട്ട് വേവെ ഞെട്ടിക്കൊണ്ട്, ഓഫീസിൻ്റെ കീയോ? അതിൽ നെയ് വേവിനെ കളിയാക്കിക്കൊണ്ട് പറയും, അതെ, വളരെ വിലപ്പെട്ട സംഗതികളുള്ളതാ, നീ സൂക്ഷിച്ചു വേണം ചെയ്യാൻ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ പോകും. അങ്ങനെ വേവെ പുറത്തു പോയി രാത്രിയിൽ തിരിച്ചെത്തും. എന്നാൽ കമ്പനിയിൽ ആരും കാണാത്തത് കൊണ്ട് എല്ലാവരും നേരത്തെ പോയോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. അതിൽ ഓഫീസിൽ നെയ് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഓഫീസിൽ വന്നിട്ട് അവൻ്റെ ഡോർ മുട്ടും. എന്നിട്ട് അവൾ ഉള്ളിലോട്ട് കടന്നു വന്നിട്ട് ചോദിക്കും, എല്ലാവരും പോയോ? യെസ് പോയി, നീ ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ എത്തി അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നെയ് ചോദിക്കും, അവൻ തന്ന ടാസ്ക് എങ്ങനെ പോകുന്നു? പകുതി ഭാഗം കഴിഞ്ഞു, അതിൽ പറഞ്ഞ ഫോണൊക്കെ കണ്ടുപിടിച്ച് ഒപ്പിച്ച് ഇനി ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യണം, അതും കൂടെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ, അവൻ എനിക്ക് തന്ന ബഡ്ജറ്റിൽ ആകെ കുറച്ച് ക്യാഷ് ആയിട്ടുള്ളൂ, പകുതിയോളം ബാക്കി എനിക്ക് കിട്ടി. അതൊക്കെ കേട്ട് നെയ് അവളെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയും, അത് മുഴുവൻ നിൻ്റെതല്ല, അതിൻ്റെ പകുതി എൻ്റെ ഷെയറാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കാണ്. അത് കേട്ട് വേവെ കുറുമ്പ് പിടിച്ചോണ്ട്, അതിനും ഷെയറോ എന്നൊക്കെ പറയാണ്. അതിൽ അവനൊരു ടിഷ്യൂ എടുത്തിട്ട് അവളെ ലിപ്പൊക്കെ തുടക്കാൻ നോക്കുമ്പോൾ അവൾ അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവൾ തന്നെ തുടക്കും. അങ്ങനെ അവർ വീണ്ടും ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നീ പറയും, ഈ ഐറ്റം നിൻ്റെ ഫേവററ്റ് അല്ലേ? അത് കേട്ട് അവള് യെസ് നീയും കഴിച്ചോ എന്ന് പറഞ്ഞ് വേവെ അവൻക്കും കുറേ കോരി ഇട്ട് കൊടുക്കും. അതിൻ്റെ ഇടയിൽ വേവെ പറയും, ആക്ച്വലി താങ്ക്സോ എന്തിനെ? ഞാൻ പേടിച്ചിരുന്നു നീ എന്നെ നിൻ്റെ അസിസ്റ്റൻ്റ് എങ്ങാനും ആക്കുമോ എന്ന്. അത് എന്തോ മാതിരിയാകും എനിക്ക്, എന്നാൽ നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് നല്ല ഉപകാരമായി. അത് കേട്ട് നെയ് പറയും, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചതാ. അതിൽ വേവെ അതിശയത്തോടെ, എന്ത്? ഞാൻ നിൻ്റെ ശല്യം എൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കാനാ നിന്നെ ഷാനിനെ ഏൽപ്പിച്ചത്. അത് കേട്ട് വേവെ ഷോക്കായിക്കൊണ്ട് നിൽക്കണേ. എന്നാൽ അത് കണ്ട് നെയ് ചിരിക്കും. അത് കണ്ട് വേവയ്ക്ക് ദേഷ്യം പിടിച്ച് അവനെ കളിയിൽ ഒരു അടിയൊക്കെ കൊടുത്ത്, ഞാൻ നിനക്ക് ശല്യമോ? നീ എൻ്റെ ഫേവററ്റ് ഫുഡൊന്നും കഴിക്കണ്ടട്ടോ എന്നും പറഞ്ഞ് അവൾ തന്നെ ഞാൻ തിരിച്ചെടുത്ത് വാരി വലിച്ച് കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി അവൾ അപ്പാർട്ട്മെൻറ്റിൽ വേവെ ആ ഫോണുകളിലെല്ലാം ഇവരെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് 1 by 1 ആയി പ്രശ്നം കണ്ടുപിടിച്ച് അതെല്ലാം നോട്ട് ചെയ്യാണ്. അടുത്ത ദിവസം ഓഫീസിൽ അവൾ നേരത്തെ എത്തി അതിൻ്റെ ഫിനിഷിംഗ് വർക്കിങ്ങിലാണ്. അവൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നെയ് ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള അവളുടെ റിപ്പോർട്ടൊക്കെ പ്രിൻ്റ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം ഒരുമിച്ച് കൂട്ടി സ്റ്റാപ്പിൾ ചെയ്ത് ഫയലാക്കി. ഫോണുകളെല്ലാം തിരിച്ചൊരു ബോക്സിൽ വെച്ച് അവൻക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നെയ് അവളെ നോക്കി നിൽക്കുന്നത് കാണും. എന്നിട്ട് അവൻ വേവേനോട് ഒന്നിച്ചിരിക്കും. അങ്ങനെ വേവെ അതും എടുത്ത് സ്ത്രീ വിരോധിൻ്റെ അടുത്തോട്ട് പോയി അവിടെ വെച്ച് കൊടുക്കും. എന്നാൽ അവൻ ഇവളെ പെട്ടെന്ന് കണ്ട് ഞെട്ടി ചെയറിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പിന്നോട്ട് നിൽക്കും. അതിൽ വേവെ പറയും, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പായി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവൻ ആ ബോക്സ് കണ്ടിട്ട് ഇതെന്താ? അതിൽ അവൾ പറയും, നിങ്ങൾ തന്ന ലിസ്റ്റിലുള്ള ഫോണുകൾ. അത് കണ്ട് അവൻ ഷോക്കാകും. പക്ഷെ നിങ്ങൾ തന്ന ബഡ്ജറ്റിൽ നിന്ന് ഒരിക്കലും കൂടിയിട്ടില്ല. മാത്രമല്ല എനിക്കതിൻ്റെ പകുതി മാത്രമേ ക്യാഷ് ആയിട്ടുള്ളൂ. അതിൽ അവന് വേഗം ബോക്സ് എടുത്ത് അതിൻ്റെ മോഡലൊക്കെ ചെക്ക് ചെയ്യാണ്. അവൻ പറഞ്ഞ ഫോൺ തന്നെയാണെന്നൊക്കെ ഉറപ്പ് വരുത്തുകയാണ്. ഞാനിതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിട്ട് റിപ്പയർ ഷോപ്പിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് ലീസിനെടുത്തതാ. പെർ ഡേ ആകെ കുറച്ച് ക്യാഷേ വരുന്നുള്ളൂ. പക്ഷേ എനിക്കത് ഓൺ ടൈമിന് തിരിച്ചു കൊടുക്കണം. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ചെക്ക് ചെയ്ത് എന്നെ തന്നെ ഏൽപ്പിക്കണം, എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അതൊക്കെ കേട്ട് അവൻ തന്നെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കണേ. അപ്പോൾ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചതുപോലെ ഓൺ ടൈമിൽ ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ ഫസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? എന്നാൽ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നീ ഇപ്പോൾ പോ, ഞാൻ നിൻ്റെ റിപ്പോർട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ, നീ ചെയ്തതൊക്കെ ശരിയാണോന്ന് നോക്കട്ടെ. അത് കേട്ട് അവൾ ശരി എന്നും പറഞ്ഞു പോകും.
അങ്ങനെ അവൾ സീറ്റിലിരുന്ന് ടൈം നോക്കുമ്പോൾ 12 മണിയായി. എന്നിട്ട് അവൾ നെയ്നെ നോക്കും. അവൻ ഭയങ്കര വർക്കിലാണ്. അതിൽ വേവെ ഫോൺ എടുത്തിട്ട് അവൻക്ക് മെസ്സേജ് അയക്കും. നെയ് അവൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോൾ വേവയാണ്. അതിൽ അവൻ വേവേനെ നോക്കുമ്പോൾ ഞാൻ പോവാണ് എന്ന് ആംഗ്യം കാട്ടും. അതിൽ നെയ്ൻ്റെ മെസ്സേജ് വായിക്കും. 12 മണിയായി. ലഞ്ച് കഴിക്കാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എറിക്സിയെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അവന് റിപ്ലൈ കൊടുക്കും. ഓക്കെ വേഗം വാട്ടോ, ലേറ്റ് ആകാതെ നോക്കണം. അത് കണ്ട് വേവേ ഓക്കെ സർ എന്ന് കാണിക്കും. അവനും തിരിച്ച് കാണിച്ചുകൊണ്ട് ചിരിക്കും. എന്നാൽ ഇവിടെ സ്ത്രീ വിരോധി അവളുടെ റിപ്പോർട്ട് വായിച്ച് കണ്ണ് തള്ളിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ വിചാരിക്കും ഇവൾ ബോസിൻ്റെ ഗേൾഫ്രണ്ട് ആയതിൽ ഒരു അത്ഭുതവുമില്ല. അതിൽ അവൻക്കൊരു കോൾ വരും. അത് കണ്ട് അവൻ ഞെട്ടി പേടിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യും. ഇവിടെ വേവേ എറിക്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു ബസ് വന്ന് എറിക്സി ആ ബസ്സിൽ നിന്നും ഇറങ്ങും. അതിൽ വേവേ എറിക്സിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലും. എറിക്സി ആണെങ്കിൽ ഐ മിസ് യു സോ മച്ച് എന്നും പറഞ്ഞ് അവളെ ഹഗ് ചെയ്യും. അതോടുകൂടി എപ്പിസോഡ് 17 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.